ഹലോ ഗൈസ്, ഇന്നൊരു എത്നിക് ടോപ്പും കൂടാതെ ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് വന്നത്. ടോപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഷിബും കൂടെ നമുക്ക് വേണം. ഞാനിവിടെ ലൈനിങ്ങിലും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവ് പഫ് ആയിട്ടാണ് കൊടുക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവിന്റെ കട്ടിംഗ് ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി നമുക്ക് മെഷർമെന്റും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് എനിക്ക് വേണ്ടത് 11.5 ആണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് മുകളിലും താഴെയും തയ്യൽ തുമ്പ് പോകുമല്ലോ. ഇനി നെക്കിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 3 ആണ്, അതുപോലെ വിടുത്ത് എടുത്തിട്ടുള്ളത് 2 ആണ് കേട്ടോ. ഇനി ടോട്ടൽ ഷോൾഡറിന്റെ അളവ് എടുത്തിട്ടുള്ളത് 4 ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളും എടുത്തത് 4 ആണ്. സെയിം, അതായത് നമ്മുടെ ഷോൾഡറിന് എത്രയാണോ വരുന്നത് അത്ര തന്നെ നമുക്ക് ആം ഹോളിനും എടുത്താൽ മതി കേട്ടോ. ഇനി ചെസ്റ്റ് വന്നിട്ട് 6.25 ആണ്. അപ്പൊ ഞാൻ കുറച്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 7 എടുത്തിട്ടുണ്ട്. ഇനി ഷേപ്പായിട്ട് 6 ആണ് എടുത്തിട്ടുള്ളത്. ചെറിയ മക്കളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട, എന്നാലും ജസ്റ്റ് ഞാനിവിടെ 6 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ടോപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 തൊട്ട് 4 വരെ വയസ്സുള്ള കുട്ടികൾക്ക് ഈ ഒരു മെഷർമെന്റ് തന്നെ ധാരാളമാണ്. ഇനി നമ്മുടെ ക്ലോത്ത് ഒന്ന് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് കഴുത്തടിച്ചിട്ട് ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ ഇത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നമ്മൾ ഫുൾ ആയിട്ട് ഓപ്പൺ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഷോൾഡർ നമ്മൾ 4 ആയിരുന്നല്ലോ എടുത്തത്, അപ്പൊ നമുക്ക് അതിൽ നെക്ക് 2 ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ 2ൽ നിന്ന് താഴേക്ക് ഒന്ന് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കാം നമുക്ക്. അതായത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 2 ആയിരിക്കും, താഴേക്ക് എത്തുന്നതിനനുസരിച്ച് ഒന്ന് കുറച്ച് വരാം കേട്ടോ. നേരെ മറിച്ച് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരളവ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്കിത് ഇതുപോലെ 4 പീസായിട്ട് കിട്ടും കേട്ടോ. 2 ലൈനിങ്ങും അതുപോലെ 2 മെയിൻ ക്ലോത്തും. ഈ പീസൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് മറിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തു, മറിച്ചെടുത്തു. ഇനി ചെയ്യേണ്ടത് പ്രസ് അടി കൊടുക്കാണ് കേട്ടോ. ഈ 2 ഭാഗത്തുമായിട്ട് നമുക്ക് ഒന്ന് പ്രസ് അടി കൊടുക്കാം. ശേഷം നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. 2 പീസും കറക്റ്റ് ആക്കി പിടിച്ചതിന് ശേഷം വേണം അറ്റാച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു നമ്മളെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതാ ഷോൾഡറുകൾ തമ്മിലൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം നമുക്കിത് അങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനും. ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മുടെ ബാക്ക് പോർഷൻ ഫിൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സിഗ്സാഗ് ആക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. മനസ്സിലായോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കി തരാം. ഒരു വലിയ പീസിനെ നമുക്ക് ഇതുപോലെ ചെറുതാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4.5 അളവിലാണ് എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിൽ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് പീസാക്കി എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. ഇനി ഇത് നമുക്ക് ഓരോരോ പീസിനെയും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു സിഗ്സാഗ് പോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നേരെയാണെങ്കിൽ വെച്ച് കൊടുക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ആ ഒരു രീതിക്കനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് നമ്മൾ ചെയ്യേണ്ടത് പുറത്തു കൂടെ അല്ല, അതിൻ്റെ ഉൾവശത്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഉൾവശത്ത് ഓരോന്നാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അതായത് എവിടേക്കാണ് നമുക്ക് സ്റ്റിച്ച് വരേണ്ടത് ആ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ലല്ലോ എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടോ. നമ്മളിപ്പോൾ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് അങ്ങനെ ഒന്ന് അളവെടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ പഫ് സ്ലീവ് ആണ് കൊടുക്കുന്നത്, അപ്പോൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഫ് സ്ലീവ് ആണ് കൊടുത്തത്. അത്യാവശ്യം നല്ല പഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഈ പീസുകളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോ ഭാഗത്ത് കൊടുക്കുന്നുള്ളൂ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. ഇതുപോലെയാണ് ചെയ്തത്. ഓരോ സൈഡിലും ഓരോന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പോസിറ്റ് ആയിട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് 2 വശം ഒന്ന് സൈസാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് 2 വശം ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം, ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ ഞാൻ ഷേപ്പാക്കുന്നതിന് പകരം ഒരു ഷിബാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നമുക്ക് എത്ര ടൈറ്റുള്ള ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. കാരണം ഇതുപോലെയുള്ള എത്നിക് വെയേഴ്സൊക്കെ അത്യാവശ്യം ടൈറ്റിൽ നിൽക്കുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഷിബ് വെച്ച് കൊടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ.
ഷിബ് നമുക്ക് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സൈഡ് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ആം ഹോളിന്റെ അവിടുന്ന് താഴേക്ക് 1 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അവിടുന്നാണ് നമ്മളെ ഷിബ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഷേപ്പ് ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇത് 2 പീസിനെ ഒന്ന് വിടർത്തി എടുക്കണം കേട്ടോ. ദാ ഇതുപോലെ ഒന്ന് വിടർത്തി പിടിച്ചതിന് ശേഷം ഷിബ് ഇതുപോലെ ഒന്ന് താഴേക്കാക്കി ഈ ഒരു ഭാഗം താഴേക്കാക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് മുകളിൽ നിന്ന് തൊട്ട് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണേ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗവും അതുപോലെ ഷിബും ഇതുപോലെ കറക്റ്റാക്കി പിടിക്കണം കേട്ടോ. ഈ ഒരു ഭാഗം നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിന്റെ ഫേസ് ടു ഫേസ് ആയിട്ട് വരണം. അതായത് ഷിബിന്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത ഭാഗവും ഫേസ് ടു ഫേസ് ആയിട്ട് വന്നിട്ട് ഇതുപോലെ താഴേക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഷിബിന്റെ മെയിൻ ഭാഗത്തൊന്നും തട്ടരുത് കേട്ടോ. കാരണം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഷിബ് വർക്ക് ആവില്ല. അപ്പോൾ സൈഡിൽ കൂടി ആ ഒരു ക്ലോത്തിന്റെ സൈഡിൽ കൂടി തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പൊ നമ്മൾ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ മറ്റേ സൈഡും കൂടെ കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഷിബിന്റെ മുകൾ വശത്ത് ഇതുപോലെ 2 സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഷിബ് അവിടെ സെക്യൂർ ആയിട്ട് നിൽക്കും. ഇപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചല്ലോ, ആ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ സീം റിപ്പറോ പിന്നോ എന്താന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി എടുക്കാം കേട്ടോ. ക്ലോത്ത് ഒക്കെ കീറാതെ വളരെ ശ്രദ്ധയോടെ വേണം കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇതുപോലെ നമുക്കിത് അങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ തുന്നയക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ ഷിബ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഷിബിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പ്രത്യേകിച്ച് എവിടെയും സ്റ്റിച്ച് വരാത്തതുകൊണ്ട് നമ്മുടെ ഷിബ് വർക്കിംഗ് ആണേ. ഇപ്പൊ നമ്മൾ ഒരു ഭാഗത്ത് ഷിബ് അറ്റാച്ച് ചെയ്തെടുത്തു, ഒരു ഭാഗത്ത് ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതായത് സിഗ്സാഗ് ആക്കിയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക ബാക്കി വരുന്ന പോർഷൻസ്. ഇനി നമുക്ക് ഇതിന്റെ അടിവശം കൂടി ഒന്ന് മടക്കി അടിക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അടിവശമൊക്കെ നല്ല വൃത്തിക്ക് തന്നെ മടക്കി അടിച്ചിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇതുപോലെ സിഗ്സാഗ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത്. ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. സൈഡിൽ ഷിബൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇത് ഇതുപോലെ ടോപ്പിനല്ല, നമുക്ക് ഫ്രോക്കിനൊക്കെ ഇങ്ങനെ ഷിബ് കൊടുക്കാം കേട്ടോ. ഷിബ് വെച്ച ഡ്രസ്സ് ഇടുമ്പോൾ നല്ല ഷേപ്പിലും ആയിരിക്കും, ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഇതിപ്പോ എന്താ സ്ലീവ് ഇങ്ങനെ ഹാൻഡിക്യാപ്ഡ് ആയി നിൽക്കണെന്ന് വിചാരിക്കണ്ട. നമ്മൾ പഫ് സ്ലീവ് ചെയ്യുമ്പോൾ അതുപോലെ ഡ്രസ്സ് വിരിച്ചു വെക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലേ നിൽക്കുള്ളൂ കേട്ടോ. പക്ഷെ നമ്മളിത് ഇടുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി കിട്ടുക. ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫ്രണ്ട് പോർഷൻ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഒരു അടിപൊളി ഡിസൈനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ വണക്കം.